അപ്പൊ അമ്മ അതേ ചക്കക്കുരു ഒക്കെ റെഡിയാക്കണായിരുന്നു. ഇന്നിപ്പോ ഉച്ചക്കത്തേക്ക് ചക്കക്കുരു ഒരിട്ട് ഇവിടെ ദൂണ്ടു പറയണ കളയാനിട്ട് ചക്കക്കുരു അമ്മ റെഡിയാക്കൊണ്ടിരിക്കുന്നു. ഞാനപ്പോ ഇറച്ചിക്കറി വെക്കാന്ന് വിചാരിച്ച് ഉച്ചക്കത്തേക്ക് ചക്കക്കുരു സെപ്പറേറ്റ് കറി വെക്കാം, ഇറച്ചി വേറെ കറി വെക്കാന്ന്. കാരണം അമ്മ നോമ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇറച്ചിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ചക്കക്കുരു സെപ്പറേറ്റ് വെക്കാനുണ്ട്. ഇറച്ചി വെറുതെ വളർത്തി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു. വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് അമ്മ ഓരോ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും ക്ലിയർ ആയില്ലല്ലേ. അമ്മ അവിടെ ചക്കക്കുരു താഴെ പോയത് നോക്കണ്ടായിരുന്നു കേട്ടോ. സുജിയായിരുന്നു അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു വെച്ചത്. അപ്പം ഞാൻ ഇറച്ചി കറി വെക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സവാളയും എല്ലാം നമുക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം ഇവിടെ ഇട്ട് ഞാൻ ഇടുന്നതിന് മുമ്പ് ആദ്യമേ കുറച്ച് ജീരകം ഇടും കേട്ടോ. ആ പെരുംജീരകവും കൂടി ഇട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സവാളയൊക്കെ ഇട്ട് വഴറ്റുക. അത് നമ്മളിങ്ങനെ താളിച്ച് വെക്കുന്ന രീതിയിൽ വെക്കുമ്പോൾ അങ്ങനെ ഇടും. പിന്നെ അതല്ലാത്ത രീതിയിലും വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സവാള എല്ലാം വഴറ്റി കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഇട്ടോ കേട്ടോ. പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇറച്ചിയുടെ വെള്ളം തന്നെ കുറച്ചങ്ങോട്ട് ഒഴിച്ചു. ചൂട് എന്താണല്ലേ, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ അത്രയും വേർക്കും. അതിനപ്പുറവും വേർക്കാറുണ്ട് കേട്ടോ സാധാരണ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഇറച്ചിക്കറിയുടെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു.